സ്നേഹമുള്ളവരെ, കാലങ്ങളായി ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പല ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ, നമ്മൾ പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകാം. നമ്മൾ എത്ര തലപുകഞ്ഞ് ആലോചിച്ചിട്ടും മറികടക്കാനാവാത്ത, പരിഹരിക്കാനാകാത്ത ചില പ്രശ്നങ്ങളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി ഐശ്വര്യപൂർണ്ണമാക്കാനുള്ള പരിശ്രമങ്ങൾ ഫലമണിയാത്തതിൻ്റെ വിഷമങ്ങളും നമുക്കുണ്ടാകും. ഇവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നമ്മൾ അവസരം കൊടുക്കണം. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കണം. കാരണം നമ്മുടെ സാധ്യതകളെ തുറന്നിടാനായിട്ട്, വഴികൾ തുറക്കാനായിട്ട്, വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറക്കാനായിട്ട് ദൈവത്തിന് നിഷ്പ്രയാസം സാധിക്കും. കാരണം ദൈവത്തിൻ്റെ ജ്ഞാനം മനുഷ്യൻ്റെ ബുദ്ധിയേക്കാളും അവനുള്ള അറിവിനേക്കാളും കഴിവിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. അപ്പോൾ നമ്മുടെ സാധ്യതകളുടെ ലിമിറ്റ്സിന് അൺലിമിറ്റഡ് ആക്കി തരാൻ കർത്താവിന് ഒരു നിമിഷം മതി. പന്തക്കുസ്ത തിരുനാളിൽ അപ്പസ്തോലന്മാർ, ശിഷ്യന്മാർ എല്ലാവരും സെഹിയോൻ ഉടിശാലയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്ന പോലുള്ളൊരു ശബ്ദം ആകാശത്തു നിന്നുണ്ടായി. അത് അവർ താമസിച്ചിരുന്ന ആ വീട് മുഴുവനും നിറഞ്ഞു. എന്തിനാണ് ഇങ്ങനെ ഒരു ശബ്ദമുണ്ടായത്? അന്ന് തിരുനാളിനോട് അനുബന്ധിച്ച് ജെറുസലേമിൽ പല നാട്ടിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന്, പല ഭാഷകൾ സംസാരിക്കുന്ന യഹൂദർ വന്നിട്ടുണ്ടായിരുന്നു. ഈ സെഹിയോനുടിശാലയുടെ മുന്നിലുള്ള വഴിയിലൂടെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോഴാണ് ഈ വലിയ ശബ്ദമുണ്ടാവുന്നത്. അത് ആ പ്രദേശത്ത് മുഴുവൻ കൊടുങ്കാറ്റടിക്കുകയല്ല ചെയ്തത്, മറിച്ച് കൊടുങ്കാറ്റടിക്കുന്നൊരു ശബ്ദം ഇവർ താമസിച്ചിരുന്ന ആ വീട് മുഴുവൻ നിറയുകയാണ് ഉണ്ടായത്. അതെന്തിനു വേണ്ടിയാണ്? അപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ ഇതെവിടെയാണ് എന്ന് എല്ലാവരും ശ്രദ്ധിച്ചു. അങ്ങനെ ആ വീടിനെ ലൊക്കേറ്റ് ചെയ്തു. എല്ലാവരും അവിടേക്ക് ഓടിക്കൂടി. പത്രോസ്ലീഹായും ശിഷ്യന്മാരും ഈ സെഹിയോനുടിശാലയുടെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ഈ ജനത്തോട് പ്രസംഗിച്ചു. ഒറ്റ പ്രസംഗത്തിൽ തന്നെ 3000-ഓളം ആളുകൾ വിശ്വസിച്ച് അവരോട് ചേർന്നു. നോക്കൂ, എന്തു വലിയ പ്രവൃത്തിയാണ് കർത്താവ് ആ ഒറ്റ നിമിഷം കൊണ്ട് ചെയ്തത്. അതുപോലെ നിൻ്റെ ജീവിതത്തിൽ വാതിലുകൾ തുറക്കാൻ, നീ പോലും വിചാരിക്കാത്ത രീതിയിൽ വഴി തുറക്കാൻ, സാധ്യതകൾ തുറന്നിടാൻ നിൻ്റെ ദൈവത്തിന് സാധിക്കും. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, നീ ആ ദൈവത്തിൽ ശരണപ്പെടുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക.